ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓതൻറ്റിക്കേഷൻ ബേസിക്സ് ആണ്. സോ ഓതൻറ്റിക്കേഷൻ ബേസിക്കിനകത്ത് നമ്മൾ പാസ്വേഡ് എങ്ങനെ നമുക്ക് ഡേറ്റാ ബേസിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഓതൻറ്റിക്കേഷനിൽ നമുക്ക് ക്രെഡൻഷ്യൽസ് വരുന്നത് യൂസറും കാണും, ഒരു പാസ്വേഡും കാണും. സോ ഈ പാസ്വേഡ് നമുക്ക് ഡേറ്റാ ബേസിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോറിങ് പാസ്വേഡ് ആസ് പ്ലെയിൻ ടെക്സ്റ്റ്, അതായത് നമ്മൾ സാധാരണ നമ്മൾ പാസ്വേഡ് ടെക്സ്റ്റ് ആയിട്ടാണല്ലോ ടൈപ്പ് ചെയ്യുന്നത്. ആ ടെക്സ്റ്റ് അതേ സാധനം നമ്മൾ ഡേറ്റാ ബേസിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഇവിടെ 3 യൂസേഴ്സ് ഉണ്ട്. ആ 3 യൂസറിൻ്റെ കറസ്പോണ്ടിങ് പാസ്വേഡാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. സോ ഈ പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡ് നമ്മൾ ഡേറ്റാ ബേസിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് അതൊരു കറക്റ്റ് വേ അല്ല. കാരണം ഇൻ കേസ് നമ്മുടെ ഡേറ്റാബേസ് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ഈ പാസ്വേഡ് എടുത്ത് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് ഒരു ഹൈലി റിസ്ക് സംഭവമാണ്. നമ്മൾ ഒരിക്കലും പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ. ഇത് ശരിക്കും കറക്റ്റ് മെത്തേഡ് അല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെക്യൂർഡ് ആക്കണമെങ്കിൽ, അതായത് നമുക്ക് പാസ്വേഡിനെ പിടിച്ച് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പല ടൈപ്സ് ഉള്ള ആൽഗോറിതം യൂസ് ചെയ്യും. ഇപ്പോൾ എന്ന് പറയുന്നത് ഹാഷിംഗ് പാസ്വേഡാണ്. ഹാഷിംഗ് പാസ്വേഡിനകത്ത് നമുക്ക് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ഉള്ള പാസ്വേഡിനെ പിടിച്ച് നമുക്ക് പല ആൽഗോറിതംസ്, ഡിഫറെൻറ്റ് ആൽഗോറിതം വെച്ച് നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഇതിനെ പിടിച്ചങ്ങ് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാഷിംഗ് പാസ്വേഡിനകത്ത് ഇപ്പം 3 യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബോബ്, ആലിസ്, ജോണിനകത്ത് ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് പാസ്വേഡിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഡേറ്റാബേസ് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാസ്വേഡ് ഹാഷിൽ 2 യൂസറിനും സെയിം പാസ്വേഡാണ്. ഓക്കെ, ഇപ്പോൾ 2 യൂസേഴ്സിന്, ഇപ്പോൾ ബോബിനും ആലിസിനും സെയിം പാസ്വേഡ് ആണെങ്കിൽ നമ്മൾ ഹാഷിംഗ് അൽഗോറിതം വെച്ച് ഇതിനെ അങ്ങ് എൻക്രിപ്റ്റ് ചെയ്ത് വിടും. അപ്പോൾ പക്ഷേ ഈ ഡേറ്റാബേസ് കോംപ്രമൈസ് ആകുമ്പോൾ അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ 2 യൂസേഴ്സിനും സെയിം പാസ്വേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവർക്ക് അത് എളുപ്പത്തിന് അത് ഡീക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇത് മോഡറേറ്റ് സെക്യൂർഡ് സാധനമാണ്. പക്ഷേ ഇത് വലിയൊരു ഹൈലി സെക്യൂർഡ് സാധനമല്ല. കാരണം ഇൻ കേസ് ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഹാഷിംഗ് പാസ്വേഡ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഈ ഒരു ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡേറ്റാബേസ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈലി റിസ്ക് ആണ്. സോ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി, അതായത് ഇങ്ങനെ ഒരു ഹാഷിംഗ് അൽഗോരിതം നമ്മൾ ഹാഷ് ചെയ്തിട്ട് ഡേറ്റാബേസിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കില്ല. അതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ സാൾട്ട് പാസ്വേഡ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോബിനും ആലിസിനും സെയിം പാസ്വേഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അവരെ ഹാഷ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ഹാഷ് പാസ്വേഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ പാസ്വേഡ് സാൾട്ടിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പാസ്വേഡ് സാൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റാബേസ് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ അറ്റാക്കേഴ്സിന് ഈസി ആയിട്ട് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമുക്കറിയാം ബോബ് ആലിസിന് സെയിം പാസ്വേഡാണ്, പക്ഷെ അറ്റാക്കേഴ്സിന് ചിലപ്പോൾ അറ്റാക്കേഴ്സിന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് സാൾട്ട് പാസ്വേഡ് ടൈപ്പ് ആയിരിക്കും നമ്മളിവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ അതാകുമ്പോൾ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിരിക്കും. ഈ ഓപ്ഷൻ 1 ഓപ്ഷൻ 2 വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ഓപ്ഷൻ 3 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഒതൻറ്റിക്കേഷൻ ബേസിക്കിൽ നമ്മൾ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഡേറ്റാബേസിനകത്തോട്ട് പാസ്വേഡ് സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എൻക്രിപ്റ്റഡ് സാധനമായിരിക്കും വെക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഹാഷിംഗ് ഒരു സിമ്പിൾ അൽഗോറിതം വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്ന അത് ശരിയായ രീതിയല്ല. സോ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഹാഷിംഗ് അൽഗോറിതം വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ.